നമസ്കാരം. എക്സ്പോഷേഴ്സിൻ്റെ 2ാം അധ്യായത്തിലേക്ക് സ്വാഗതം. നിറങ്ങൾ, എന്നിലെ വർണ്ണങ്ങൾ നിങ്ങളിലേക്ക്. ഓട്ടിസം സ്പെക്ട്രം മെൻ്റൽ ഡിസോർഡറുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് കുട്ടികൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ കൊച്ചി 90 FM സംഘടിപ്പിച്ച ഒരു റേഡിയോ അവെയർനെസ് സീരീസ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അതിലെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സായ കൃഷ്ണകുമാർ CK. സർ, നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് ചോദിക്കാം, ഇപ്പോൾ 10th നാഷണൽ കമ്മ്യൂണിറ്റി റേഡിയോയിൽ തീമാറ്റിക് കാറ്റഗറിയിൽ നിന്ന് സാറിൻ്റെ ഒരു പരിപാടിക്ക് അവാർഡ് കിട്ടി. സോ ഹൗ ഡസ് ദാറ്റ് ഫീൽ? ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ കമ്മ്യൂണിറ്റി റേഡിയോ കൊച്ചി 90 FM നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 കൊല്ലമേ ആയിട്ടുള്ളൂ. അപ്പം 3 കൊല്ലം കംപ്ലീറ്റ് ചെയ്ത അതേ സമയത്ത് തന്നെയാണ് നമുക്ക് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നത് തീമാറ്റിക് കാറ്റഗറിയിൽ. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. പിന്നെ സന്തോഷം എന്നുള്ളതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ നമ്മുടെ ഫോക്കസ് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള ഒരു അവെയർനെസ് സീരീസായിരുന്നു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ റേഡിയോ കൊച്ചിയിൽ കുറേ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് യൂണിസെഫിൻ്റെ ഒരു ക്യാമ്പയിൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ സാധാരണ എക്സ്പേർട്സിനെയും ഡോക്ടേഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ ഇതിപ്പം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഈ ഓട്ടിസത്തിനെ കുറിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിക്കുള്ള ഒരു അവെയർനെസ് വേണ്ടത്രയധികം ഇല്ല. അപ്പോൾ അത് നമ്മൾക്കും മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രോഗ്രാമിന് വേണ്ടി വന്ന പാരൻസും ആ പാരൻസിൻ്റെ ഇൻട്രാക്ഷനിൽ കൂടിയാണ് നമുക്കിതിനെ കാര്യങ്ങൾ കൂടുതലും മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പം നമുക്കും തോന്നിയൊരു കാര്യമാണ് ഈ സ്പെക്ട്രം ഡിസോർഡർ, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ കുറിച്ചുള്ള കൂടുതലൊരു അവെയർനെസ് നമ്മുടെ റേഡിയോയിൽ കൂടി കൊടുക്കണം എന്നുള്ളൊരു ഐഡിയ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഐഡിയ വന്നത് ഞങ്ങളുടെ ഒരു നൈബർ വിഷ്ണു എന്നാണ് പേര്. വിഷ്ണു ഭയങ്കര ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. വിഷ്ണു നന്നായിട്ട് പാടും, ഓർഗൻ വായിക്കും, ഹിന്ദി പാട്ടുകളൊക്കെ നന്നായി പാടുന്ന ഒരാളാണ്. വിഷ്ണു ഈ സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ വിഷ്ണുവിൻ്റെ അമ്മേനോടൊരിക്കൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, വിഷ്ണുവിനെ കൊണ്ട് നമുക്ക് റേഡിയോയിലൊരു പ്രോഗ്രാം വിഷ്ണു കംഫർട്ടബിൾ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യിക്കാമല്ലോ എന്ന് ചോദിച്ചപ്പം അവർ ഭയങ്കര ഹാപ്പിയായി. അവർ വിഷ്ണുവിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. വിഷ്ണുവിൻ്റെ അമ്മ അവർ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും കൂടിയാണ്. അവരുടെ പേര് വിദ്യാക്കി എന്നാണ്. അപ്പോൾ അവർ ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ഒരു എക്സ്പേർട്ടും കൂടിയാണ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്ററും കൂടിയാണ്. അപ്പോൾ അങ്ങനെ അവർ നമ്മുടെ റേഡിയോയിൽ വന്നിട്ട് ഒരു എപ്പിസോഡ് അന്ന് പറയാൻ പറ്റില്ലായിരുന്നു. കാരണം വിഷ്ണുവിൻ്റെ പ്രോഗ്രാം ചെയ്തു. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ആ പ്രോഗ്രാം വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഇവർ തന്നെ നമ്മളോട് ചോദിച്ചു, ഇവരുടെ പരിചയത്തിലുള്ള കോൺടാക്ട്സിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളൊക്കെ ഈ സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെയും അവരുടെ പാരൻസിനെയും കൂടി ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചും അത് ഭയങ്കര, കാരണം ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ അവരോടും കൂടി മാക്സിമം ആൾക്കാരോട് വന്നോട്ടെ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ തൃശ്ശൂരിൽ നിന്ന്, പാലക്കാട് നിന്ന്, കോഴിക്കോട് നിന്നൊക്കെയുള്ള പാരൻസ് ഇവിടത്തേക്ക് വരികയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു പ്രോഗ്രാം ചെയ്തപ്പം നമ്മളൊരു പ്രോഗ്രാം ചെയ്തു എന്നതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ആ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുണ്ടായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം ഈ കുട്ടികളുടെ ടാലൻസും അവർ ഷോക്കേസ് ചെയ്ത രീതിയും അവരുടെ പാരൻസ് എത്രത്തോളം കുട്ടികൾക്ക് വേണ്ടി കെയർ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യവും പാരൻസിൻ്റെ കൺസേണും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഈ ഒരു സീരീസിലുണ്ടായിരുന്നു നമുക്ക്. അപ്പം നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് കോൾ ഫോർ ചെയ്തപ്പം നമുക്കും തോന്നി നമ്മളൊക്കെ ഇവിടെ ചെയ്തിരിക്കുന്ന പ്രോഗ്രാമിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഗ്രാം ഇത് തന്നെ കൊടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ പ്രോഗ്രാമിന് തന്നെ നമുക്കൊരു അവാർഡ് കിട്ടിയെന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. ലൈക്ക് ഗുഡ് ഇൻറ്റൻഷൻ ഉള്ള ആൾക്കാർക്ക് നല്ലത് തന്നെ എപ്പോഴും സംഭവിക്കും. സോ ഇപ്പോൾ നമ്മൾ തീമിനെ പറ്റി സംസാരിച്ചു. അബൌട്ട് ദ ടൈറ്റിൽ, നിറങ്ങൾ, എങ്ങനെയാണ് ആ ടൈറ്റിലോട്ട് വന്നത് സർ? നിറങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ചന്തുലാലാണ്. കാരണം എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ നമ്മൾ കൺവേ ചെയ്യുന്ന ആ ഒരു മെസ്സേജ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം നിറങ്ങൾ എന്ന് പറയുമ്പം നമ്മൾ എന്നിലെ വർണ്ണങ്ങൾ നിങ്ങളിലൂടെ. അപ്പം എന്നിലെ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് ആ സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന കുട്ടികളുടെ ടാലൻസാണ് ആക്ച്വലി. അപ്പോൾ അത് നമ്മൾ റേഡിയോയിൽ കൂടി നമ്മൾ ജനങ്ങളിലേക്ക് അവരുടെ ടാലൻസ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പം ഏറ്റവും പറ്റിയൊരു ടൈറ്റിൽ നിറങ്ങൾ എന്നുള്ളതായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം നിറങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്പെക്ട്രം ഓഫ് കളേഴ്സും കൂടിയാണല്ലോ. അപ്പോൾ ഇവിടെ വരുന്ന ഈ സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന ഓരോ കുട്ടിയും അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് തോന്നി ഈ ഒരു പേരാണ് നല്ലത്. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ചന്തുലാലിൻ്റെ സജഷനായിരുന്നു ഈ നിറങ്ങൾ എന്നുള്ളത്. വെരി ക്യാച്ചി ഇൻഡിറ്റ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു ലൈക്ക് ഒരു എപ്പിസോഡ് മതി എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് 14 എപ്പിസോഡ്സ് ഉണ്ട് വിത്ത് 11 പീപ്പിൾ ആൻഡ് 3 വിത്ത് ആൻ എക്സ്പേർട്ട് ടോക്സ്.
അപ്പോൾ ഇത് ലൈക്ക് ഒരു എപ്പിസോഡിൽ ഒതുങ്ങേണ്ടതല്ല എന്നുള്ള ഒരു തോട്ട് ഉണ്ടാവാൻ കാരണം? അത് ഇപ്പം ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തപ്പോൾ തന്നെ വിഷ്ണുവിൻ്റെ അമ്മ വിദ്യ അവർ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാന്ന് പറഞ്ഞു. അപ്പോൾ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷനിലാണ് നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. അതായത് അവർ പറഞ്ഞത് ഈ പൊതുസമൂഹത്തിന് ഈ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ധാരണ ഇപ്പോഴും നമ്മുടെ പൊതുസമൂഹത്തിന് ഇല്ല. അപ്പം ഈ കുട്ടികളെന്ന് വെച്ചാൽ അത്രയും ടാലൻ്റ് ആയിട്ടുള്ള കുട്ടികളും കൂടിയാണ്. അപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത്, ഇതിൽ നമുക്ക് ബാക്കിയുള്ള പാരൻസിനെയും കുട്ടികളെയും വിളിച്ച് ഒരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ ത്രൂ റേഡിയോയിൽ കൂടി നമുക്ക് എന്തെങ്കിലും നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്തുകൊണ്ടും അത് തന്നെയാണ് വേണ്ടതെന്നും തോന്നി. കാരണം നമ്മൾ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് കുറേ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഒന്നുകിൽ ഒരു എക്സ്പേർട്ട് വന്നിട്ട് ജസ്റ്റ് അവരുടെ എക്സ്പേർട്ട് ടോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ, അത്രയേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത്രയും ടാലൻ്റായിട്ടുള്ള കുട്ടികളും അവരുടെ പാരൻസുമാണ് റേഡിയോ സ്റ്റേഷനിലേക്ക് വരുന്നത്. അപ്പം ത്രൂ പാരൻസിൽ കൂടിയാണ് ഈ പ്രോഗ്രാം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാരൻസ് അവരുടെ കുട്ടികളെ അപ്ബ്രിങ് ചെയ്യുന്നതിനുള്ള ചാലഞ്ചസ്, അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ഇന്ന കുട്ടിക്ക് ഇന്ന കഴിവുണ്ട് എന്നുള്ളത് അവർ ഈ കുട്ടിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയത്. കാരണം ഒരാൾക്ക് ടാലൻ്റ് ഉണ്ടാവും, പക്ഷേ ആ ടാലൻ്റ് നമ്മൾ പോളിഷ് ചെയ്താൽ മാത്രമേ അത് ഒരു നല്ലൊരു ഉയർന്ന രീതിയിലേക്ക് വരുള്ളൂ. അപ്പം പാരൻസ് എത്രത്തോളം എഫേർട്ട് അതിന് വേണ്ടിയിട്ട് എടുത്തു, അവരെങ്ങനെ അവരുടെ കുട്ടികളുടെ ഓരോ കഴിവും മനസ്സിലാക്കി അതിനുള്ള ട്രെയിനിങ് എങ്ങനെ അവർക്ക് കൊടുത്തു, അങ്ങനെയുള്ളൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനായിരുന്നു നമുക്ക് ഓരോ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ഓരോ ഫാമിലിയിൽ നിന്നും കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ചു ഇതിപ്പം രണ്ടാമത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴും മൂന്നാമത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴൊക്കെ ഓരോ ഫാമിലിയിൽ നിന്ന് ആൾക്കാർ നമ്മളോട് ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പം എത്രത്തോളം ഫാമിലി ഉണ്ടോ അവരുടെയൊക്കെ അനുഭവങ്ങൾ വേറെ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അവർക്ക് പറയാനുള്ള കാര്യങ്ങളും ഭയങ്കര വ്യത്യസ്തമായിരിക്കും. ഈ വരുന്ന കുട്ടികൾക്കുള്ള ടാലൻസും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ടാലൻറ്റുകളാണ് ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ തീരുമാനിച്ചത് ഓക്കെ, നമ്മൾ ഇതൊരു സീരീസ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്. ഇപ്പോഴും നമ്മളതിൻ്റെ അതായത് ഈ പ്രോഗ്രാം തീർന്നിട്ടില്ല. അപ്പം നിറങ്ങൾ എന്നുള്ള പ്രോഗ്രാം 14 എപ്പിസോഡ് കൂടി തീർന്നിട്ടില്ല. അത് നമ്മൾ ഇനി ബാക്കിയുള്ള എപ്പിസോഡ് നമ്മൾ ഇനിയും ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതൊരു ഓൺഗോയിങ് തിമാറ്റിക് ഫോക്കസ് തന്നെയായിരിക്കും റേഡിയോ കൊച്ചി 90 FM-ൻ്റെ. ഓക്കെ, ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ലൈക്ക് ഓട്ടിസം സ്പെക്ട്രത്തിലുള്ള കുട്ടികൾക്ക് വളരെയധികം ടാലൻസ് ഉണ്ട്. ഇപ്പോൾ യു കുഡ് ഇൻട്രാക്ട് വിത്ത് 11 ഡിഫറെൻറ്റ് പീപ്പിൾ. സോ വാട്ട് ഓൾ ടാലൻസ് ഡിഡ് യു സീ ഇൻ ദം? അതിൽ കുറേ പേര് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളായിരുന്നു. ഈ പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികൾ തന്നെ നന്നായിട്ട് ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ചിലവർക്ക് ഭയങ്കര ന്യൂമറിക്കൽ എബിലിറ്റിയുള്ള കുട്ടികളായിരുന്നു. അതായത് ഇപ്പം നമ്മളിപ്പം അവരോട് ഒരു സേ ഫോർ എക്സാമ്പിൾ ഒരു 5 years ago ഉള്ള ഒരു കലണ്ടറിൽ ഇന്ന പെർട്ടിക്കുലർ ഡേ ഏത് ഡേറ്റിലാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കത് നിമിഷം കൊണ്ട് അവർക്കത് പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഭയങ്കര കപ്പാസിറ്റിയുള്ള കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് ഭയങ്കര വൊക്കാബുലറി മെമ്മറൈസ് ചെയ്യാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു. നന്നായിട്ട് പോംസൊക്കെ എഴുതുന്ന ആൾക്കാർ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ മാത്തമാറ്റിക്കൽ എബിലിറ്റി വളരെയധികം കൂടുതലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ചില കുട്ടികൾ നന്നായിട്ട് കുക്ക് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ പാരൻസിനോട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് അവരുടെ മക്കൾക്ക് ഒരു ടാലൻ്റ് അല്ല ഒന്നിലധികം ടാലൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ പാരൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, പാരൻസിന് എല്ലാവർക്കും ലൈക്ക് സ്വന്തം കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലാണ്. അതെ, തീർച്ചയായും. അപ്പോൾ ഇവരെ പറ്റിയുള്ള സമൂഹത്തിൻ്റെ കാര്യങ്ങൾ കേട്ടിട്ടുള്ള അവരുടെ ഒരു അനുഭവം നിങ്ങളായിട്ട് ഹാവ് ദേ ലൈക്ക് കൺവേഡ് ടു യു? അവർ പറഞ്ഞു വെച്ചാൽ ഇപ്പം സപ്പോസ് അവരവരുടെ മക്കളുമായിട്ട് ഇപ്പം ഷോപ്പിങ്ങിന് എന്തെങ്കിലും പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ചില സ്പെക്ട്രം ഡിസോർഡർ വരുന്ന കുട്ടിയൊക്കെ അവരുടെ പിന്നെ മൂവ്മെൻറ്റ്സൊക്കെ ചില സമയത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. അപ്പം പൊതുസമൂഹം ഇത് കാണുമ്പം അവർക്ക് മനസ്സിലാവുന്നില്ല ഇത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നുള്ള ആ ഒരു സ്പെക്ട്രം ഡിസോർഡറിൽ വരുന്ന കുട്ടികളാണ് ഇവരെന്നുള്ളത് സമൂഹത്തിനൊരു അവയർനെസ് വരുന്നില്ല. അപ്പം ഷോപ്പിംഗ് മാളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ചിലപ്പം പബ്ലിക്കിൻ്റെ ഭാഗത്തുനിന്ന് എന്താ പറയുക പാരൻസിനും അല്ലെങ്കിൽ കുട്ടികൾക്കും വിഷമം ഉണ്ടാകുന്ന രീതിയിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവരും പറയുന്നത് ഇതിനെക്കുറിച്ചൊരു പ്രോപ്പർ അവെയർനെസ് സൊസൈറ്റിക്കും വേണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് അവരൊരു കൺസേൺ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലൈക്ക് ഈ ഒരു തീം എടുക്കുമ്പോൾ തന്നെ ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് പേഷ്യൻസ്, വർക്ക് ആൻഡ് ഓൾ. അപ്പോൾ സാറിൻ്റെ ടീമിനെ പറ്റി ഒന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിനായിട്ട് 3 പ്രൊഡ്യൂസേഴ്സാണ് ഈ പ്രോഗ്രാം ഉണ്ടായത്. ടാനിയ ലൂയിസ്, ചന്തുലാൽ PC, പിന്നെ മൈസെൽഫ്. അപ്പം നമുക്കുള്ള ചാലഞ്ച് നമ്മൾ പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു എപ്പിസോഡ് 20 minutes ഡ്യൂറേഷനുള്ള 15 minutes ഡ്യൂറേഷൻ ഉള്ള എപ്പിസോഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
സാധാരണ നമ്മൾ റേഡിയോ സ്റ്റേഷനിൽ ഒരു 15 മിനിറ്റ്സ് ഡ്യൂറേഷനുള്ള ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട റേഡിയോ ഹോസ്റ്റ് ആരാണോ പ്രോഗ്രാം ചെയ്യുന്ന ആൾ വരുന്നു, അവരൊരു മാക്സിമം ഒരു 30 to 40 മിനിറ്റ്സ് കൊണ്ട് അവരുടെ പ്രോഗ്രാം അവർ റെക്കോർഡ് ചെയ്ത് കഴിയും. എന്നിട്ട് അങ്ങ് പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളേ വരുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ആലോചിക്കണം, ഇത് സ്പെക്ട്രം ഡിസോർഡറിലുള്ള ആൾക്കാരാണ് നമ്മുടെ റേഡിയോയിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളിങ്ങനെ നിർബന്ധമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇരുത്തി കുറേ നേരം അവർക്ക് വോയിസ് റെൻഡർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും. പിന്നെ മാത്രമല്ല അങ്ങനെ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം അവരുടെ കംഫർട്ട് ലെവലാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ വന്ന പാരൻസിനോടൊക്കെ പറഞ്ഞത് ഇന്നിപ്പോൾ വന്ന് പ്രോഗ്രാം ഇനിയിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ ഫോഴ്സ്ഫുള്ളി നമുക്കത് ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്കും വേണ്ടത് ഇവരുടെ ടാലൻറ്റ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഷോക്കേസ് ചെയ്യണമെന്നാണ് നമ്മളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം അവരുടെ കംഫർട്ട് ലെവലും നോക്കിയിട്ട്, അപ്പോൾ പാരൻസും ഞങ്ങളും പറഞ്ഞു അവരോട് തന്നെ നിങ്ങൾ കൂടെ തന്നെ എന്തായാലും ഉണ്ടാവണം. ഇവരുടെ കംഫർട്ട് അനുസരിച്ച്, കുട്ടികളുടെ കംഫർട്ട് അനുസരിച്ച് മാത്രം നമുക്ക് പ്രോഗ്രാം എടുക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരു ഈ പറഞ്ഞ പോലെ 25 മിനിറ്റ്സുള്ള അല്ലെങ്കിൽ 20 മിനിറ്റ്സ് ആകെ ഡ്യൂറേഷൻ വേണ്ടി വരുന്ന റെക്കോർഡിങ് ചിലപ്പം രാവിലെ തുടങ്ങിയത് ഒരു 9 മണിക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഉച്ച 1:30 ചിലപ്പോൾ 2 മണി വരെയൊക്കെ അതിൻ്റെ ഡ്യൂറേഷൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ വേറെ സ്റ്റുഡിയോയിൽ മറ്റ് പ്രോഗ്രാംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഉള്ളതൊക്കെ നമ്മൾ റീഷെഡ്യൂൾ ചെയ്തു. കാരണം ഇവരെ വരുന്നുണ്ടെങ്കിൽ ഇവരെ പ്രോഗ്രാം തന്നെ ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളാകെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമ്മളും നമ്മുടെ വളരെ പേഷ്യൻ്റായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇവരുടെ പാരൻസ് ഇത്രയും കാലം ഇവരുടെ മക്കളെ അപ്ബ്രിങ് ചെയ്യുന്ന ഒരു സമയത്ത് അവർ എത്രത്തോളം ഒരു ഡെഡിക്കേഷൻ, അവരെടുക്കുന്ന ഒരു പേഷ്യൻസ്, അതൊക്കെ തന്നെ സമൂഹത്തിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ഇറ്റ്സെൽഫ് ആണതൊക്കെ. ഇപ്പോൾ പറഞ്ഞു ലൈക്ക് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് ഡ്യൂറിങ് ദ റെക്കോർഡിംഗ് ടൈം എന്നുള്ളത്. ആൻഡ് യു ഓൾസോ മെൻഷൻ ലൈക്ക് പാരൻസ് പല സ്ഥലങ്ങളിൽ നിന്നാണ്, ലൈക്ക് കോഴിക്കോട്, കാസർഗോഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിരുന്നു. അപ്പോൾ ഈ ഒരു ഇതിനായിട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ വാട്ട് വാസ് ദെയർ റെസ്പോൺസ്? അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അവർ പറയുന്നത് വെച്ചാൽ പിന്നെ ഞങ്ങളുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടാറുണ്ട്. പിന്നെ അവർ തന്നെ മൊബൈലിലെടുത്തിട്ട് റെക്കോർഡ് ചെയ്യും. പിന്നെ അവരൊക്കെ ചിലവരൊക്കെ ഓട്ടിസം ക്ലബ്ബിലെ മെമ്പേഴ്സാണ്. അപ്പോൾ ക്ലബ്ബ് നടത്തുന്ന ഇവൻറ്റ്സിലൊക്കെ ചില പ്രോഗ്രാമുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് അവർക്ക് ഒരു റേഡിയോയിൽ വന്നിട്ട് അവരുടെ മക്കളുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാമെന്ന് പറഞ്ഞ ആ ഒരു ഇത് തന്നെ അവരെ സംബന്ധിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പാരൻസ് ദേ വർ ഓൾ ഹൈലി എക്സൈറ്റഡ്. അപ്പോൾ അവർ പറഞ്ഞത് തന്നെയാണ് ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റസ്റ്റ് ഗിഫ്റ്റാണ് ഈ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു കുട്ടികളോട് വരെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പാരൻസിന് വേണേൽ പറയും അയ്യോ അത്രയും ദൂരത്ത് ഞങ്ങൾ മക്കളെയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടേ, ഒറ്റൊരാൾ പോലും അങ്ങനെ പറഞ്ഞില്ല. പറയുന്ന സമയത്ത് ഓക്കെ ഞങ്ങൾ എപ്പോഴാണ് വരേണ്ടതെന്നാണ് ഓരോ പാരൻറ്റും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് ഈ സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത്. അപ്പം ഓൾ ഹാർട്ട്ഫെൽ താങ്ക്സ് ഗോ ടു ദ പാരൻസ് ആൻഡ് ദ ഹൈലി ടാലൻറ്റഡ് ചിൽഡ്രൻ. അത്രയും പറയാനുണ്ടോ നമുക്ക്? നമ്മുടെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കുട്ടികളെന്നാണ് ഇവരെ വിശേഷിപ്പിക്കാറ്. സോ ഏതെങ്കിലും ഒരു അനുഭവം, അത് മനസ്സിൽ തട്ടിയ ഒരു അനുഭവം ഉണ്ടോ ഈ ഒരു റെക്കോർഡിംഗ് പീരീഡിലോ അല്ലെങ്കിൽ അവരുടെ കൂടെ സംസാരിച്ചപ്പോഴോ ഉണ്ടായ? ഓക്കെ, റെക്കോർഡിംഗ് പീരീഡിലെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് അവരുടെ പാരൻസുമായിട്ട് ഇൻട്രാക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വന്ന കുട്ടികളൊക്കെ ഒരു 16 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികളാണ് വന്നിരിക്കുന്ന കുട്ടികൾ മൊത്തം. 16, ചിലർ 20, 22, 24 ഇയേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അവരുടെ പാരൻസിനെ കാണുന്നതും അവരുടെ പാരൻസ് അവരെ കാണുന്നതും ഇപ്പോഴും നമ്മൾ കുഞ്ഞുമക്കളെ നമ്മൾ ട്രീറ്റ് ചെയ്യില്ലേ ആ രീതിയിലാണ്. അപ്പം വലിയ കാഴ്ചയിൽ ഇവർ വളരെ മുതിർന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവും. പക്ഷേ പാരൻസ് അവരോട് ബിഹേവ് ചെയ്യുന്നത് ഇവർ പാരൻസിനോട് ബിഹേവ് ചെയ്യുന്നത് ആസ് ഇഫ് ഒരു 5ാം ക്ലാസ്സിലെയോ 5ാം ക്ലാസ്സല്ല 5 വയസ്സോ 6 വയസ്സുള്ള കുഞ്ഞുമക്കളില്ലേ, കുഞ്ഞുമക്കൾ ഇൻട്രാക്ട് ചെയ്യുന്ന പോലെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. അത് ഇപ്പോൾ പറയുമ്പം ഭയങ്കര ഈസി ആയിരിക്കും, പക്ഷെ നമുക്കത് കണ്ടു നോക്കുമ്പം ഒരു വിങ്ങൽ നമുക്ക് വരും. അത് അപ്പം ഇപ്പോൾ യു ഹാവ് ക്രിയേറ്റഡ് എ പ്ലാറ്റ്ഫോം ഫോർ ദീസ് ഡിഫറെൻ്റ്ലി ഏബിൾ സ്റ്റുഡൻസ്. അപ്പോൾ വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു തോട്ട്? ഞാൻ പറഞ്ഞു ഈ ഒരു സീരീസ് നമ്മൾ 14 എപ്പിസോഡ് കൂടി തീർന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ടും നമ്മുടെ വൺ ഓഫ് ദ ഫോക്കസ് ഏരിയ എന്നുള്ളത് ഈ ഓട്ടിസം സ്പെക്ട്രം അവെയർനെസ് തന്നെയായിരിക്കും ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ പാരൻസുമായിട്ട് ഇൻട്രാക്ഷനിൽ അവർ പറഞ്ഞ ഒരു കാര്യം, ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലും കൂടി ഇമ്പാർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കോഴ്സുകൾ എന്തെങ്കിലുമൊക്കെ, അതിനിപ്പോൾ സർക്കാർ വിചാരിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്തെങ്കിലും. കാരണം ഇവർ പറയുന്നത് വെച്ചാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഡാറ്റ എൻട്രി, ഇപ്പം നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഭയങ്കര മടുപ്പ് പിടിക്കുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കും. പക്ഷേ
ഈ സ്പെക്ട്രം ഡിസോർഡർ വരുന്ന കുട്ടികൾക്ക് അവർ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അവരൊരു ടാസ്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ വലിയൊരു ബുദ്ധിമുട്ടും മടിയൊന്നും ഇല്ലാതെ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വേറെ യാതൊരു ഡിസ്ട്രാക്ഷനും ഇല്ലാണ്ട് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ കുറേ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു ട്രെയിനിങ് പോലെ കൊടുക്കുകയാണെങ്കിൽ പാരൻസ് പറയുന്നത് അത് ഈ കുട്ടികളെ സംബന്ധിച്ചിട്ട് അവരുടെ എനർജിയും കുറേ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിലേക്ക് ചാനലൈസ് ചെയ്ത് വിടാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് അതിൽ നിന്നൊരു ചെറിയൊരു എന്താ പറയുക, അവരുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ രീതിയിലുള്ളൊരു ഓണർ അല്ലെങ്കിൽ റെമ്യൂണറേഷനൊക്കെ അങ്ങനെയുള്ള ജോബിനുണ്ടെങ്കിൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളത് സർക്കാർ തലത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതെന്ന് ഒരുപാട് പാരൻസ് നമ്മുടെ ടോക്കിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു. നമ്മളതൊക്കെ തന്നെ നമ്മൾ ബ്രോഡ്കാസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കും ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലും കൂടി നമ്മുടെ പാരൻസ് പറയുന്ന കാരണം അത് നമ്മൾ റേഡിയോ സ്റ്റേഷൻ പറയുന്ന കാര്യമല്ല, ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്ന കുട്ടികളുടെ പാരൻസ് പറയുന്നൊരു സജഷനാണ് സർക്കാർ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഈ ഒരു കാര്യം നമുക്കും ഈ കൺസേൺ അതോറിറ്റീസിനെ അടുത്തേക്ക് എത്തിക്കണം എന്നുള്ളൊരു നമ്മുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഐ ഹോപ്പ് ലൈക്ക് കഴിഞ്ഞ ഇനീഷ്യേറ്റീവ് പോലെ ഈ ഒരു ഇനീഷ്യേറ്റീവും നല്ല രീതിയിലാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു. ഒരുപാട് നന്ദി സംസാരിച്ചതിൽ സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്.